ഹായ് 30 ഡേയ്സ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് പ്രോഗ്രാമിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എവർക്കും സ്വാഗതം. ഇന്ന് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് പറയാൻ പോകുന്നത്. ഇൻഫാക്ട് ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾ ഈ വീഡിയോസുമായിട്ട് മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന പ്രോസസ്സുമായിട്ട് ഇവോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ടെക്നിക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചതാണ്. ഇവിടെയാണ് നമ്മൾ ബേസിക്സ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് സെഡിമെന്റഡ് ആയിട്ട് കിടക്കുന്ന നെഗറ്റീവ് പ്രോഗ്രാമുകളെ കംപ്ലീറ്റ് എലിമിനേറ്റ് ചെയ്തിട്ട് അവിടെ പുതിയ പ്രോഗ്രാം നമ്മൾ ഇട്ടുകൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ പുതിയ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിന് ആ ഒരു പ്രോഗ്രാമിൽ അതായത് നമുക്ക് വേണ്ട കാര്യങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കുന്ന ഒരു പ്രോസസ്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പൊ ഇതിനോടകം തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ എലിമിനേറ്റ് ചെയ്യേണ്ട എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് നമ്മളെ മുന്നോട്ട് പോകാൻ നമ്മളെ പ്രിവെന്റ് ചെയ്യുന്ന നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ മെമ്മറീസ്, നമ്മുടെ ഉപബോധ മനസ്സിൽ കൂട്ടിയിട്ടിട്ടുള്ള നെഗറ്റീവ് പ്രോഗ്രാമിങ്ങുകൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, തോട്ട്സ്, ഇതെല്ലാം അതിനകത്ത് വരും. അത് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ഒരു കൃഷിയിടത്തിന് തുല്യമാണ്, ഒരു ഫാമിംഗ് പ്ലേസിന് തുല്യമാണ്. അപ്പൊ അവിടെ നല്ല സീഡ്സ്, ക്വാളിറ്റി സീഡ്സ് ഇടുമ്പോൾ ആ സീഡ്സ് മുളച്ച് നല്ല ഫലമുള്ള വൃക്ഷമായി മാറണമെങ്കിൽ ആ കൃഷിയിടം നമ്മൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കണം. ഇപ്പൊ അവിടുത്തെ അവസ്ഥ ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കണം. ഇപ്പൊ അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് കുറേയധികം വേസ്റ്റ് ഡംപ് ചെയ്തിരിക്കുന്ന പൊട്ടക്കിണറുകൾ, യൂസ്ലെസ് ആയിട്ടുള്ള കിണറുകളുള്ള, കുളങ്ങളുള്ള, വേസ്റ്റ് വാരിയിട്ട കുളങ്ങളുള്ള, കുറേയധികം ഇരുമ്പും തകരവും പ്ലാസ്റ്റിക്കും മാലിന്യങ്ങൾ കൂമ്പാരം കൂടിയിട്ടുള്ള വേസ്റ്റ് ആയിട്ടുള്ള കുറെ കട്ടകളും കല്ലുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന, അവിടെ ഇവിടെ കുറ്റിച്ചെടികൾ വളർന്നിരിക്കുന്ന, വിഷമയമുള്ള ചെടികൾ, ടോക്സിക്സ് ഉള്ള ചെടികൾ വളർന്നിരിക്കുന്ന, അല്ലെങ്കിൽ യൂസ്ലെസ് ആയിട്ടുള്ള ചെടികൾ വളർന്നു കിടക്കുന്ന, ഇത്രയൊക്കെ ഉള്ള ഒരു ലാൻഡ് നിങ്ങൾ മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കി. ഇതാണ് ഇപ്പോൾ നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. അപ്പൊ ആ മനസ്സിന് ആദ്യം നമ്മൾ നല്ല സീഡ്സ് ഇടുന്നതിന് മുൻപ് നമ്മൾ ആദ്യം അവിടെയുള്ള വേസ്റ്റ് ഒക്കെ നീക്കം ചെയ്ത് കളഞ്ഞ് ക്ലീൻ ആക്കി അവിടെ നിലത്തെ ഒരുക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഫോർ ദാറ്റ് യു ഹാവ് ടു ക്ലെൻസ് എവറിത്തിങ്. നമ്മുടെ മൈൻഡിൽ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, നമ്മൾക്ക് ഇത്രയും കാലം ബുദ്ധിമുട്ടുണ്ടാക്കിയ നമ്മളുടെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ്, ഈ നെഗറ്റീവ് ഇമോഷൻസും തോട്ട്സും മെമ്മറീസും എപ്പോഴും നമ്മളെ ലോ വൈബ്രേഷനിൽ നിർത്തും. അതാണ് ഏറ്റവും പ്രധാനം. ലോ വൈബ്രേഷനിലായുള്ള പ്രശ്നം എന്താണ്? ലോ വൈബ്രേഷനുള്ള ആളുകളും ലോ വൈബ്രേഷനുള്ള സംഭവങ്ങളെ നമ്മളിലേക്ക് വരുള്ളൂ. നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഒരു മൈൻഡ് റീപ്രോഗ്രാമിംഗ് 30 ഡേയ്സ് പ്രോഗ്രാം വെക്കുന്നതെന്ന് വെച്ചാൽ, ലൈഫിൽ താഴെ തട്ടിലുള്ള അല്ലെങ്കിൽ ലോ വൈബ്രേഷനിൽ കിടക്കുന്ന ഏകദേശം ഒരു 5-6 ലെവൽ വരെയുള്ള ആളുകൾ, ആ ലെവലിൽ ജീവിക്കുന്നവർക്ക് തനിച്ചൊരിക്കലും അവരുടെ സ്പിരിച്വൽ എനർജി, അവരുടെ ഉള്ളിലുള്ള ഒരു ദൈവികമായ ഒരു അംശം, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ഏറ്റവും കോർ ആയിട്ടുള്ള സെൽഫിനെ ഐഡന്റിഫൈ ചെയ്യാനോ ആ സെൽഫിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ തനിച്ച് പറ്റില്ല. അപ്പൊ അവിടെ ഒരു സഹായിക്കാൻ ഒരു മെന്ററോ അല്ലെങ്കിൽ അവരെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഒരു ഫ്രണ്ടോ ഒക്കെ ഒരു ആവശ്യമാണ്. അല്ലെങ്കിൽ അവർ സ്വയം തിരിച്ചറിഞ്ഞ് അടുത്ത ലെവലിലേക്ക് പോകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ നമ്മളെല്ലാവരും തന്നെ ദൈനംദിന ജീവിതത്തിൽ ഇങ്ങനെ ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ വരാം. ചിലപ്പോൾ താഴേക്ക് വരാം, ലോ ഫ്രീക്വൻസിയിലേക്ക് വരാം, ചിലപ്പോൾ മുകളിലേക്ക് പോകാം. അപ്പൊ ചിലര് കൺസിസ്റ്റന്റ് ആയിട്ട് ലോ ഫ്രീക്വൻസിയിൽ ജീവിക്കുന്നവരുണ്ടാകും. അവർക്ക് വേണ്ടിയിട്ടാണ്, അത് മനസ്സിലാക്കുന്ന വേണ്ടിയിട്ടാണ്. എന്ത് ചെയ്താലും ലൈഫില് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ, എപ്പോഴും ശാരീരികമായ പ്രശ്നങ്ങളാണല്ലോ, ബന്ധങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ സങ്കടങ്ങളിലാണ് ജീവിക്കുന്നത്, എപ്പോഴും ഒരു ഉന്മേഷവും സന്തോഷവും ഇല്ലാത്ത അവസ്ഥ. ഈ ഒരു അവസ്ഥയ്ക്ക് അങ്ങനെയുള്ളവർക്ക് നമ്മളൊരാളുടെ ഹെൽപ്പ് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഞാൻ ഈ ഫ്രീ ആയിട്ട് തന്നെ ഈ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് ദയവീത് അർഹിക്കുന്ന ഗൗരവത്തിൽ എടുക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പൊ ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് എന്താണ് ആക്ടിവിറ്റി നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത്, നമ്മുടെ ഉള്ളിലുള്ള, നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന നമ്മളെ നീറുന്ന ഓർമ്മകൾ, വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, നമ്മളെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിച്ച ഇവന്റുകൾ, സംഭവങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഗിൽറ്റ് തോന്നുന്ന അവസരങ്ങൾ, നമുക്ക് സങ്കടം തോന്നുന്ന കാര്യങ്ങൾ, നമുക്ക് മറ്റുള്ളവരുടെ പുച്ഛം തോന്നുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ഹ്യൂമിലിയേറ്റ് ചെയ്ത സിറ്റുവേഷൻസ്,
നമുക്ക് പെയിൻ തരുന്ന കുറെ സാധനങ്ങളുണ്ടാവും, കുറെ ഓർമ്മകളുണ്ടാവും, മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ചിലപ്പോൾ പറയും ഞാനതൊന്നും മറക്കത്തില്ല, മറക്കാതിരുന്നാലാണ് എനിക്കൊരു ഫയറായിട്ട് വെക്കുക. അതൊക്കെ വെറുതെയാണ്. ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ ദേഷ്യവും വൈരാഗ്യവും സങ്കടവും വിഷമവും ഒക്കെ സൂക്ഷിക്കുന്നത് മറ്റൊരാൾക്ക് ഹാംഫുൾ ആകാനും മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ടോക്സിക് ആയിട്ടുള്ള പോയിസൺസ് കഴിക്കുന്നതിന് തുല്യമാണ്. അതെല്ലാം എടുത്ത് നീക്കിയാലാണ് നമുക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാൻ. അതൊരു ഭാരമാണ്, ഇമോഷണൽ ബാഗേജസ് ആണ്. നമ്മൾ തോളിൽ നമ്മളെ ഷോൾഡേഴ്സിൽ ചുമന്നുകൊണ്ട് നടക്കണം. എത്ര ദൂരം നമുക്കത് ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഭാരമുള്ളത് കൊണ്ടാണ് നമുക്ക് സ്റ്റെപ്സ് കയറി മുകളിലത്തെ നിലകളിലേക്ക് കയറി പോകാൻ പറ്റാത്തത്. ഈ ഭാരം നമ്മൾ എന്നേക്കും ഇവിടെ ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ മനസ്സിൽ ഇന്റൻഷൻ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ഇമോഷൻസും സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വൈറ്റ് പേപ്പറിൽ എഴുതുക. അത് 1, 2, 3, 4 ദിവസം എടുത്തോളൂ. ഒരൊറ്റ കണ്ടീഷനുള്ളൂ, എഴുതി വെച്ചത് നിങ്ങൾ വായിക്കാൻ പാടില്ല. കംപ്ലീറ്റ് എഴുതുക. എഴുതി കഴിഞ്ഞതിന് ശേഷം തീർന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കത്തിച്ച് കളയുക. ഇത് നിരന്തരം നമ്മൾ 3, 4, 5 ദിവസം കണ്ടിന്യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മളൊന്ന് ഫ്രീ ആകുന്നു എന്ന് തോന്നുന്നത് വരെ നിങ്ങൾക്ക് ആ പ്രോസസ്സ് തുടങ്ങാം. അങ്ങനെ എഴുതി കത്തിച്ചതിന് ശേഷം നിങ്ങളൊന്ന് റിലാക്സ് ആയി, നിങ്ങൾക്ക് കുറച്ച് ഭാരം ഒന്ന് ലെറ്റ് ഗോ ചെയ്തു, കുറച്ച് ഭാരം പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്ന അവസരത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ് അടുത്ത ടെക്നിക്ക്. ഒരു ബുക്ക് എടുത്തിട്ട് അപ്പൊ ഇതിനുവേണ്ടി നിങ്ങളൊരു മൈൻഡ് റീപ്രോഗ്രാമിന് ഒരു പുസ്തകം വെക്കുന്നുണ്ടാവും, നോട്ട്ബുക്ക് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതണം, ഐ ആം വില്ലിംഗ് ടു ലെറ്റ് ദിസ് ഗോ, I am willing to forgive, I am willing to forgive, I am willing to let this go. മലയാളത്തിൽ പറഞ്ഞാലും മതി, ഇതൊക്കെ ഞാൻ വിട്ടുകളയാൻ തയ്യാറാണ്, ഞാൻ ക്ഷമിച്ചു കൊടുക്കാൻ തയ്യാറാണ്, ഞാൻ എല്ലാം എന്റെ മനസ്സിൽ നിന്ന് വിട്ടുകളയാൻ തയ്യാറാണ്, ഞാൻ ക്ഷമിച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 2 സെന്റൻസുകൾ നിങ്ങൾ പറ്റാവുന്നത്ര സമയം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക. എല്ലാം ഞാൻ വിട്ടുകളയാൻ തയ്യാറാണ്, ഞാൻ ക്ഷമിച്ചു കൊടുക്കാൻ തയ്യാറാണ്. ഈ 2 സെന്റൻസ് വളരെ പവർഫുൾ ആണ് കേട്ടോ. ഈ 2 സെന്റൻസ് ഇത് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഇത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അതൊരു എനർജി ലിഫ്റ്റ് ചെയ്യുന്ന എനർജി, നിങ്ങൾ ഹൈ ഫ്രീക്വൻസിയിലേക്ക് എത്തുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും. രണ്ടാമത് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരമാവധി മാക്സിമം താങ്ക് യു, നന്ദി എന്നുള്ള വാക്ക് പറയും. താങ്ക് യു ഒരു പ്രയറാണ്. താങ്ക് യു എന്ന് പറയുന്നത് ഒരു വാലിഡേഷനാണ്, ഒരു അക്നോളജ്മെന്റ് ആണ്. നമ്മൾ ജീവിച്ചിരിക്കുന്നു, നമ്മൾ ഇപ്പോഴും ജീവിച്ച് നമ്മുടെ എനർജിയെ വളരെ പെട്ടെന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ, ഉയർത്താൻ പറ്റുന്ന, നമ്മുടെ ഫ്രീക്വൻസി ഹയർ ഫ്രീക്വൻസിയിലേക്ക് പോകാൻ സഹായിക്കുന്ന, നമ്മുടെ ഉള്ളിലെ ആത്മീയ ഊർജം പ്രകാശിപ്പിക്കാൻ സഹായിക്കുന്ന, നമ്മളെ കുറച്ചുകൂടെ സ്ട്രെങ്ത്തും പവർഫുള്ളും ആക്കാൻ സഹായിക്കുന്ന 2 വാക്കുകളാണ്, അല്ലെങ്കിൽ ഒറ്റ വാക്കാണ് താങ്ക് യു. താങ്ക് യു, താങ്ക് യു. അതൊരു പ്രയറാണ്. പരമാവധി താങ്ക് യു ഈ ദിവസങ്ങളിൽ പറയുക, പരമാവധി പ്രാവശ്യം. ജോലി ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ എപ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സ് മൈൻഡ്ഫുൾ ആക്കി വെക്കാൻ പെട്ടെന്ന് നിങ്ങളെ മൈൻഡ്ഫുൾ ആക്കി വെക്കാൻ പോലും ഇത് സഹായിക്കും. പരമാവധി പ്രാവശ്യം താങ്ക് യു പറയും. ഈ 2 എക്സസൈസും ചെയ്യുക. ലെറ്റ് ഗോ പ്രോസസ്സ് അല്ലെങ്കിൽ വിട്ടുകളയലെന്നുള്ള പ്രോസസ്സ് കുറച്ചുകൂടെ തീവ്രമായിട്ട് ചെയ്യുന്നതിന് നാളെ 2 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഒരു പക്ഷേ ഒരു യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ആ ടെക്നിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ആ ടെക്നിക്ക് എന്നായി കാത്തിരിക്കുക. 30 ഡേയ്സ് പ്രോഗ്രാമിന്റെ എല്ലാ എപ്പിസോഡും നിർബന്ധമായിട്ടും കാണുക, നോട്ടാക്കി വെക്കുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക, നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും കൂടി നിങ്ങൾ നൽകുക. നമ്മുടെ ചുറ്റുമുള്ള ലോകം ഏറ്റവും സമ്പന്നമാകട്ടെ, സന്തോഷമുള്ളതാകട്ടെ, സമാധാനമുള്ളതാകട്ടെ. താങ്ക് യു സോ മച്ച്.